ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പരീക്ഷാ പേ ചർച്ച. പരീക്ഷാ യോദ്ധാക്കൾക്കൊരു വിജയമന്ത്രം. ഒരു അധ്യയന വർഷം കൂടി അവസാനിക്കുകയാണ്. വർഷാന്ത്യ പരീക്ഷകൾക്ക് ഇനി ദിവസങ്ങൾ മാത്രം. പഠന മികവ് പരീക്ഷയിലൂടെ തെളിയിക്കാൻ വിദ്യാർത്ഥികളെല്ലാം തയ്യാറെടുക്കുന്ന സമയമാണിത്. പഠിതാക്കളെ സംബന്ധിച്ച് പരീക്ഷാകാലം പലപ്പോഴും ആശങ്കകളും സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ്. പഠനസംബന്ധമായ ആശങ്കകൾ, പരീക്ഷയെന്ന് കേൾക്കുമ്പോഴുള്ള ആശങ്കകൾ, പാഠഭാഗങ്ങൾ പഠിച്ചു തീരാത്തതിലുള്ള ആശങ്കകൾ തുടങ്ങിയവയ്ക്ക് പുറമെ പലവിധ സമ്മർദ്ദങ്ങളും അവരെ ആശങ്കയിലാഴ്ത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങളും ചെറുതല്ല. സമ്മർദ്ദങ്ങൾ കുറച്ച് ചിന്തകൾക്കും ആശങ്കകൾക്കും ഇടവേള നൽകി പരീക്ഷയെ ലാഘവത്തോടെ സമീപിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണഫലം ലഭ്യമാവുക. പരീക്ഷാ പേ ചർച്ചയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നതും ഇതുതന്നെയാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിലൂടെ രാജ്യത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. പ്രചോദനാത്മകമായ സന്ദേശങ്ങൾ കൈമാറുന്നു. ഇക്കഴിഞ്ഞ 10-ാം തീയതി ന്യൂഡൽഹിയിൽ നടന്ന 8ാമത് പരീക്ഷാ പേ ചർച്ച തികച്ചും വേറിട്ടതായിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഡൽഹി സുന്ദർ നഴ്സറിയിലെ മരച്ചുവട്ടിൽ രാജ്യം കണ്ടത് അതിമനോഹരവും പുതുമയാർന്നതുമായ ഒരു ചർച്ചയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 36 വിദ്യാർത്ഥികൾ അവിടെ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിച്ചപ്പോൾ രാജ്യത്താകമാനമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഓൺലൈനിലൂടെ ആ ചർച്ചയുടെ ഭാഗമായി. नमस्कारम सर, मेरा नाम आकांक्षा है और मैं केरला से आई हूँ. मेरा ये सवाल था कि इतनी बढ़िया हिंदी कैसे बोल? क्योंकि मेरे को हिंदी बहुत अच्छी लगती है. कारण मिला जिसके कारण आपको हिंदी सीखना का अवसर आ गया? मैं पोएम लिखती हूँ. अरे वाह, पहले पोएम सुनानी पड़ेगी. मेरे को याद होगा तो मैं बोलूँगी. हाँ ठीक है, जितना याद रहे. मुझे बिल्कुल याद नहीं रहता है. നമ്മളിൽ അർപ്പിതമായ കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമ്മർദ്ദങ്ങളെ നേരിടാൻ സ്വയം സജ്ജരാകണം. മികവ് നേടാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും മത്സരം നമ്മളോട് തന്നെ ആയിരിക്കണമെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചു. വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ലെന്നും പഠനം സമഗ്ര വികസനത്തിനുള്ളതാണെന്നും അവരുടെ അഭിനിവേശങ്ങൾ അനാവരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. आपकी बात सही है और ये समझाना चाहिए कि रोबोट की तरह जी नहीं सकते. हम इंसान हैं. आखिरकार हम पढ़ाई क्यों करते हैं? आगे के क्लास में जाने के लिए. हाँ सर. हम हर स्तर पर अपने सर्वांगीण विकास के लिए पढ़ाई करते हैं. സമയപരിമിതിയെ പരാമർശിച്ചുകൊണ്ട് നമുക്കേവർക്കുമുള്ളത് ഒരു ദിവസത്തെ 24 മണിക്കൂർ തന്നെയാണെന്നും അത് വിവേകപൂർണമായി കൈകാര്യം ചെയ്യലാണ് പ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുതെന്നും അവരിലെ ശക്തി മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി രക്ഷിതാക്കളോടും അധ്യാപകരോടും ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ പരസ്യമായി വിമർശിക്കരുത്. പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത് അവരെ പ്രചോദിപ്പിക്കണം. പരാജയങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും സാങ്കേതിക വിദ്യ ഭയരഹിതമായി വിവേകത്തോടെ പരമാവധി വിനിയോഗിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. पढ़ाई भी अच्छे से कर लेगा. परीक्षा ही सब कुछ है जिंदगी में. इस प्रकार के भाव से नहीं जीना चाहिए. अगर आप इतना मन में बना लेंगे तो मुझे पक्का विश्वास है कि आपके परिवार को भी आप कन्विंस कर सकते हैं, अपने टीचर्स को भी कन्विंस कर सकते हैं. ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒരു പരമ്പരയ്ക്കാണ് ഇത്തവണ പരീക്ഷാ പേ ചർച്ച വേദിയായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ മേഖലകളിലെ പ്രശസ്ത വ്യക്തികൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് വേറിട്ട അനുഭവമായി. പ്രശസ്ത മോഡലും അഭിനേത്രിയുമായ ദീപിക പദുകോൺ, പോഷകാഹാര വിദഗ്ധരായ ഷോണാലി സബർവോൾ, രുജുത ദിവേകർ, യോഗാചാര്യനും ഈഷ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ സദ്ഗുരു തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. UPSC, IIT, JEE, CLAT, CBSE, NDA, ICSE തുടങ്ങിയ പരീക്ഷകളിൽ മുൻപന്തിയിലെത്തിയവരും അവരുടെ അനുഭവങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിലൂടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നൽകിയ സന്ദേശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായി ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുത്ത തിരുവനന്തപുരം പേരൂർക്കട PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ജോസ് മാത്യു
വാർത്താ തരംഗിണിയോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് രക്ഷകർത്താക്കളോട് സംസാരിച്ച അല്ലെങ്കിൽ അവരോടുമായ സംവാദത്തിലേർപ്പെട്ട് പരീക്ഷ പോരാളികളാകാൻ എങ്ങനെ കുട്ടികൾക്ക് കഴിയും, പോരാളികളാക്കാൻ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എത്രത്തോളം താല്പര്യമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന വിഷയത്തെപ്പറ്റി ആണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം രക്ഷകർത്താക്കളോട് സംസാരിച്ച അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അതുമായി കണക്റ്റ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ രക്ഷകർത്താക്കളോട് ചില കാര്യങ്ങൾ. കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെ എത്രത്തോളം സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ ആഹ്ലാദത്തോടുകൂടി പരീക്ഷ എഴുതാൻ അവരെ തയ്യാറാക്കി വിടുവാൻ നമ്മളെങ്ങനെയൊക്കെ സഹായിക്കാം. അവർക്ക് യാതൊരു ടെൻഷനും കൊടുക്കാതിരിക്കുക. അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം പരീക്ഷാക്കാലമല്ല. അവർ പഠിച്ച പാഠങ്ങൾ ആവർത്തിക്കാനും അതിൻ്റെ ആവർത്തനത്തോടുകൂടി അതിൽ കൂടുതൽ ശക്തരാകാനും പരീക്ഷയിൽ അതിനെ നന്നായി എഴുതി വയ്ക്കാനും അല്ലെങ്കിൽ നന്നായി അത് പ്രസൻറ്റ് ചെയ്യാനും അവർക്ക് ശക്തി ഉണ്ടാകുക. അതൊന്നാമത് കാര്യം. ആ കാര്യത്തിൽ നമ്മൾ സഹായിക്കണം. 2, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയെ മനസ്സുകൊണ്ട് നന്മ നേർന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് ഉത്സാഹപ്പെടുത്തി വിടുവാൻ നമുക്ക് കഴിയണം. പരീക്ഷ കഴിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഇന്നെന്താ എഴുതിയത്, എത്രത്തോളം എഴുതി, ഇനിയും അവനെങ്ങനെ എഴുതി, ഇവനെങ്ങനെ എഴുതി, അവളെങ്ങനെ എഴുതിയത്, അയ്യോ നിനക്കത് തെറ്റിയോ, ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് പരീക്ഷ കഴിഞ്ഞു വരുന്ന കുട്ടികളോട് സംസാരിക്കാതിരിക്കുക. പരീക്ഷാ പേപ്പർ വെച്ചും കൊണ്ട് ആ കുഞ്ഞിനെ ദയവ് ചെയ്ത് ഡ്രില്ല് ചെയ്യരുത്. ആ ഡ്രില്ലിങ് അവന് ഒരു തരത്തിലുമുള്ള പോസിറ്റീവ് കാര്യം ഉണ്ടാക്കില്ല. പരീക്ഷാ പേ ചർച്ചയിലൂടെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പരീക്ഷാ പേടി അകറ്റാനും ധൈര്യമായി പരീക്ഷകളെ അഭിമുഖീകരിക്കാനും ഉപകാരപ്രദമാണെന്ന് വിദ്യാർത്ഥിനിയായ ശ്രീമയി പറയുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മാർക്കിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠാകുലയാണ്. എപ്പോഴും ചെറിയ കാര്യത്തിന് പോലും എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവാറുമുണ്ട്. പക്ഷേ ഈ പരീക്ഷാ പേ ചർച്ച പരിപാടി കേട്ടപ്പോൾ ഒരു ഔപചാരിക പരിപാടി പോലെ അല്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി കുട്ടികളോടൊപ്പം സ്നേഹപൂർവ്വം ഇടപഴകിയ സംസാരവും ഉപദേശവും ഇതെല്ലാം കേട്ടിട്ട് ഒരു വലിയ ആശ്വാസമായിട്ടാണ് തോന്നിയത്. പരീക്ഷയുടെ ഫലം മാത്രം നോക്കണ്ടെന്നും ജീവിതത്തിൽ ഒരു സമർപ്പണവും പരിശ്രമവും ആവശ്യമുള്ള കാര്യമാണെന്നും ഒക്കെ നമ്മളെടുത്ത് പറഞ്ഞു. എൻ്റെ മാർക്കിൻ്റെ കൂടിയായി ഞാനിപ്പോൾ എൻ്റെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആത്മവിശ്വാസം വളർത്തുന്നതിനും പ്രതീക്ഷാഭരിതമായ മനസ്സിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായം തേടുന്നതിനും സഹായിച്ചു. പരീക്ഷയിൽ ടൈം മാനേജ്മെന്റിന് ഏറെ പ്രാധാന്യമാണുള്ളതെന്നും ടൈം മാനേജ്മെന്റ് പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ കുട്ടികൾ പിന്തുടരണമെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം, ദേശീയ അധ്യാപക പുരസ്കാരം എന്നീ ബഹുമതികൾക്ക് അർഹനായ ജോസ് സുജീവ് അഭിപ്രായപ്പെടുന്നു. SSLC CBSE പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ അവരുടെ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് പരീക്ഷാ പേ ചർച്ചയിലൂടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയിലെ കുട്ടികളോട് സംവദിച്ചത്. അതിൽ അദ്ദേഹം പ്രധാനമായി ഊന്നൽ നൽകിയ 2 പോയിന്റുകൾ ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും ആയിരുന്നു. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ആ ഉള്ള സമയത്തെ പഠിക്കുന്നതിനുള്ള ടൈം മാനേജ്മെൻറ്റ് അതിൽ ഉൾപ്പെടുത്തണം. പരീക്ഷ എഴുതുമ്പോൾ, പ്രധാന പരീക്ഷയായാലും മോഡൽ പരീക്ഷയായാലും അവ എഴുതുമ്പോൾ പരീക്ഷ എഴുതുന്നതിനുള്ള ടൈം മാനേജ്മെൻറ്റും കുട്ടികൾ പരിചയപ്പെടണം, അത് തയ്യാറെടുക്കുകയും വേണം. ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കുട്ടിക്ക് പരീക്ഷ പേടി എന്നൊരു കോൺസെപ്റ്റ് വരില്ല. രണ്ടാമത് അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ട്രെസ്സാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ പോയിന്റുകളായും മറ്റ് എളുപ്പമുള്ള രീതികളിലൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ അത് സ്ട്രെസ് മാനേജ്മെൻറ്റിന് സഹായിക്കും, സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് സഹായിക്കും. കുട്ടികൾക്ക് എപ്പോഴുണ്ടാവേണ്ടത് ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാകണം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രക്ഷിതാക്കളുടെ റോളിനെ കുറിച്ചാണ്. രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. കുട്ടികളെ കൂടുതലും സമ്മർദ്ദത്തിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് മിക്ക രക്ഷിതാക്കളും നടത്തുന്നത്. ഫുൾ A+ വാങ്ങിക്കുക, അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ രക്ഷിതാക്കൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പരീക്ഷകളെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ വേണ്ടെന്നും ഓരോ ക്ലാസ്സിലെയും വർഷാന്ത്യ പരീക്ഷകൾ ഓരോ പടി മുകളിലേക്ക് കയറുന്ന ലാഘവത്തോടെ മാത്രം കണ്ടാൽ മതിയെന്നുമാണ്
വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പ്രമുഖ മനഃശാസ്ത്രജ്ഞനും കൗൺസിലറുമായ LR മധുരൻ പറയുന്നത് ശ്രദ്ധിക്കാം. പരീക്ഷാകാലമാണ്. പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ 10ാം ക്ലാസ്സിലെ പരീക്ഷയും +2 പരീക്ഷയും പല കുട്ടികൾക്കും പേടിയോ ടെൻഷനോ ഒക്കെയാണ്. ഫൈനൽ പരീക്ഷ എന്ന് പറഞ്ഞ് കുട്ടികളെ കുറച്ചൊക്കെ ടെൻഷൻ ആക്കുന്നതിൽ മുതിർന്നവർക്കും പങ്കുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലെ പഠനവും ഓരോ സ്റ്റെപ്പാണ്. നമ്മൾ ഒരു സ്റ്റെയർ കേസ് കയറുകയാണെന്ന് വിചാരിക്കുക. ഓരോ പടിയായി കയറുന്നു. എല്ലാ പടികളും ഒരുപോലെയാണ്. ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വെക്കുന്നത് പോലെയുള്ളൂ 10ാമത്തെയോ 12ാമത്തെയോ പടിയിൽ കാല് വെക്കുന്നതും. ഓരോ ക്ലാസ് കടക്കുന്നതിനെയും അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ മുകളിലോട്ട് കയറും തോറും പടി കൂടുതൽ ഉയരമുള്ളതാകുമെന്നോ പടി കടക്കാൻ പറ്റില്ലെന്നോ ഉള്ള ചിന്തകൾക്ക് ഒരർത്ഥവുമില്ല. പറഞ്ഞു വരുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കോ മറ്റു പരീക്ഷകളിൽ നിന്ന് ആവശ്യമില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട വിഷയങ്ങൾ പഠിക്കുന്നു. അതു സംബന്ധിച്ച് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റിന് വേണ്ടി കഴിയുന്നത്ര നന്നായി തയ്യാറെടുക്കുന്നു. ടെസ്റ്റിൽ അറിയാവുന്നതെല്ലാം നന്നായി എഴുതുന്നു. ആ പടി കടക്കുന്നു. ഇത്രയേ ഉള്ളൂ പരീക്ഷ എന്നത്. ഇതിനപ്പുറം പരീക്ഷയെ സംബന്ധിച്ചുള്ള എന്തു ചിന്തയും അധികപ്പറ്റാണെന്ന് മറന്നുപോകരുത്. പിന്നെ എല്ലാറ്റിനും A+ വാങ്ങിയേ തീരൂ എന്ന് രക്ഷിതാക്കളോ അധ്യാപകരോ കുട്ടികളെ നിർബന്ധിക്കരുത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചോട്ടെ. അവരുടെ പഠന രീതിക്ക് അനുസരിച്ച് ലഭിക്കാവുന്ന പരമാവധി മാർക്കും ലഭിക്കട്ടെ. അങ്ങനെ ഒരു നിലപാടാണ് രക്ഷിതാക്കളും അധ്യാപകരും സ്വീകരിക്കേണ്ടത്. അത് കുട്ടികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കും. വാസ്തവത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ടെൻഷൻ രക്ഷിതാക്കളെ ഓർത്താണ്, അല്ലെങ്കിൽ അധ്യാപകരെ ഓർത്താണ്. മാർക്ക് കുറഞ്ഞാൽ അവർ വിഷമിക്കുമോ, വഴക്കു പറയുമോ, താരതമ്യം ചെയ്യപ്പെടുമോ, നാണക്കേടാകുമോ എന്ന ചിന്ത കുട്ടികളിൽ ആകുലതയുണ്ടാക്കും. പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നന്നായി പഠിക്കുന്നവരുണ്ട്, മെനക്കെട്ട് പഠിക്കുന്നവരുണ്ട്, ശരാശരി പഠിക്കുന്നവരുണ്ട്, ഒട്ടും പഠിക്കാത്തവരുമുണ്ട്. ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നതാണ് പ്രധാനം. അവിടെ അലസത കാണിക്കാതിരിക്കുക. ഏതു തയ്യാറെടുപ്പും അതിൻ്റെതായ ഗുണം തരും എന്ന് മറന്നുപോകരുത്. ഒരാൾ ഏതു കാര്യത്തിലായാലും ആ കടമ്പ കടന്നു എന്നാൽ അത് അയാൾക്ക് മാത്രമുള്ള ഫലമാണ്, അഭിമാനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കടമ്പ കടക്കുക എന്നതാണ് പ്രധാനം. അതിന് പരമാവധി സമയം എടുത്ത് വർക്ക് ചെയ്യാൻ കഴിയണം. അതായത് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. കുട്ടികളോട് എപ്പോഴും പഠിക്ക് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കണം. പഠിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നതിനേക്കാൾ അതിനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പരീക്ഷാ സംബന്ധമായ സ്ട്രെസ്സിനെ കുറിച്ചുകൂടി പറയാം. സ്ട്രെസ് 2 തരത്തിലുണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. അതിൽ ഡിസ്ട്രെസ് അതൊട്ടും വേണ്ട. ഇനി യൂസ്ട്രെസ്, ആ സ്ട്രെസ് വേണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പരീക്ഷയാണ് എന്ന ഗൗരവം. അത് വേണം. അത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും അത് വേണം. എന്നാലേ അലസത ഉണ്ടാവാതിരിക്കൂ, ഉത്തരവാദിത്വം ഉണ്ടാകൂ. കുറച്ചു സമയമേ ഉള്ളൂ. അതിനിടയിൽ പഠിച്ചു തീരുമോ എന്ന ആശങ്ക ഉള്ളവരുണ്ടാകും. പഠിക്കണമെന്നുള്ളതും പാസ്സാവണമെന്നുള്ളതും ഒരു ആവശ്യമായി നിങ്ങളുടെ ഉള്ളിൽ കയറി പറ്റിയാൽ നിങ്ങൾ പഠിച്ചിരിക്കും. ഓർത്തു നോക്കൂ, ഇതേക്കാൾ അഡ്വഞ്ചറസ് ആയ, അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് വീട്ടുകാർ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ വാശിയോടെ ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അത് നിങ്ങളുടെ ആവശ്യകതയായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്കാണോ ഈ പരീക്ഷ വളരെ നിസ്സാരമായി എഴുതി പാസ്സാകാവുന്നതേ ഉള്ളൂ? അതൊരു വാശിയായി എടുക്കണം. നിങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, രക്ഷപ്പെടില്ല എന്ന് മുദ്രകുത്തിയവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരമാണ് ഈ പരീക്ഷകൾ എന്ന് ഓർത്താൽ മതി. 3 ആഴ്ചത്തെ പരിശ്രമം അത് സ്വയം അഭിമാനിക്കാൻ കാരണമാകുമെങ്കിൽ ആ 3 ആഴ്ച പാഴാക്കി കളയരുത്. ആരുടെ നിർബന്ധവുമില്ലാതെ സ്വയം പഠിക്കാം. ഒരു പേടിയുമില്ലാതെ അനായാസേന പരീക്ഷ എഴുതാം. ആ പടിയും സുഗമമായി കയറാനും കഴിയും. നമ്മുടെ കുട്ടികൾ പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അവരിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ വച്ചു പുലർത്താതിരിക്കുക. വിജയത്തിൽ നിരുപാധിക വിശ്വാസമുണ്ടായാൽ ഭയമോ സമ്മർദ്ദമോ ഒരിക്കലും നമ്മെ ബാധിക്കുകയില്ല. നമ്മുടെ ശക്തിയും കഴിവും തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോയാൽ നാം അർഹിക്കുന്ന വിജയം നമുക്ക് ഉറപ്പായും ലഭിക്കും. വിജയത്തിന്റെ അളവുകോൽ മാർക്കുകളുടെ സംഖ്യകൾ മാത്രമല്ലെന്നും മറിച്ച് വിദ്യാർത്ഥികൾ സ്വായത്തമാക്കുന്ന പഠനാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളുമാണെന്നും ഓർക്കുക. ജയപരാജയങ്ങൾ അവസാന ബിന്ദുവല്ലെന്നും വ്യക്തിപരവും അധ്യയനപരവുമായ വികസനത്തിന്റെ ചവിട്ടുപടികളാണെന്നും നാം ഓർക്കുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.